തിരുവനന്തപുരത്ത് UDF സർവ്വസജ്ജമാണ്. CMBയുടെ CP ജോണാണ് മത്സരത്തിനായി ഇറങ്ങുന്നത്. എത്രത്തോളമാണ് പ്രതീക്ഷകൾ? 100% പ്രതീക്ഷയാണ്. ഒരു ആംബിഗ്വിറ്റിയില്ല, ഒരു സംശയമില്ല. വലിയ വിവാദമുണ്ടായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് മുൻ MLA സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ പറ്റുമോ മത്സരിക്കാൻ പറ്റില്ലയോ എന്നൊക്കെ ആശങ്കകൾ ഉണ്ടായ അദ്ദേഹം ഒടുവിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു അഡ്വാൻറ്റേജ് UDFനുണ്ടോ? ഞാനിപ്പോ ആന്റണി രാജുവിന്റെ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു കേസാണല്ലോ അതൊന്നും ഞങ്ങള് രാഷ്ട്രീയത്തിൽ പറയാനൊന്നും ഈ ക്യാമ്പയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഘടകകക്ഷികൾ തമ്മിലുള്ള മത്സരമാണ്. കാരണം CMBയും മറുവശത്ത് കേരള കോൺഗ്രസ് എസ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ BJPക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ നഗരസഭയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ? BJPയുടെ ഇപ്പോഴത്തെ പ്രശ്നം അവരില്ലാത്തതല്ല, അവർ സ്റ്റാഗ്നേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ അവരുടെ ഏറ്റവും വലിയ ശക്തി 2016 മുതൽ അവരുടെ ശക്തി NDA എന്ന മുന്നണിക്ക് BDJSൽ കൂടെ കിട്ടിയ വോട്ടാണ്. ആ BDJS 311 സീറ്റിൽ മത്സരിച്ചിട്ട് 4 സീറ്റാണ് ജയിച്ചത് പഞ്ചായത്തിൽ. അപ്പോൾ BJPയെ 10% നിന്നും 15ലേക്കും 17ലേക്കും ഒക്കെ കൊണ്ടുവന്ന അവരുടെ ഘടകകക്ഷികൾ അതീവ ദുഃഖിതരാണ്. മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരമുണ്ടോ? ത്രികോണ മത്സരമുണ്ട്. ഒരു കാര്യം കൂടി, UDFലെ സ്ഥാനാർത്ഥി നിർണയം അത് വൈകുന്നത് എന്തെങ്കിലും തരത്തിലേക്കുള്ള ഒരു ആശങ്കയെ മൊത്തത്തിൽ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ടോ? UDFന്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ മിക്കവാറും കഴിഞ്ഞല്ലോ. വിസ്മയങ്ങൾ വർദ്ധിക്കുന്നതാണോ? വിസ്മയങ്ങൾ വർദ്ധിക്കുന്നതാണ് പ്രധാന കാരണം. ഇപ്പോ G സുധാകരൻ UDFന്റെ കാൻഡിഡേറ്റ് ആണെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ. അത്രയും വലിയൊരു നേതാവല്ലേ. ഞാനൊക്കെ G സുധാകരൻ സിന്ദാബാദ്, C ഭാസ്കരൻ സിന്ദാബാദ് എന്ന് വിളിച്ച ആള് ചെറിയ കുട്ടികളാ. ആ G സുധാകരനാണോ UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഞാൻ പൊരുത്തപ്പെട്ടിട്ടില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആ അത്ഭുതത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. അത്രയും വലിയ കാര്യമാണ്, അത്ര വലിയ സംഭവമാണത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിറ്റിംഗ് MLA BJP പോയി. ആ CC മുകുന്ദൻ പോയത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി കേരളം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പൊ അവിടെയാണ് പ്രോബ്ലം. ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല. തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് CP ജോൺ. വരുന്ന ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാമെന്ന് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.